എൻ്റെ പേര് മുജീബ് പുൽപ്പറ്റ. എൻ്റെ ചോദ്യം, ഇവിടെ നേരത്തെ സോദാവ് ചോദിച്ചതിന് ഖുർആാനും സുന്നത്തും ഉറക്കി പിടിക്കണം എന്ന് പറയുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന് ഈ മൗലൂദ് സംബന്ധിച്ച് ഖുർആാനും സുന്നത്തും ഇല്ല എന്ന് വ്യക്തമായി മൗലവി വ്യക്തമല്ലാതെയും സംഭവിച്ചതിന് എൻ്റെ ചോദ്യത്തിലേക്ക് കടന്നിട്ടില്ല. അത് വ്യക്തമായി അല്ലാതെയും സംഭവിച്ചതിന് ഞാൻ മറുപടിക്ക് വരുന്നു. ഇവിടെ പൂർവികരായ മുജാഹിദ് പണ്ഡിതന്മാർ, അതായത് മുജാഹിദ് പണ്ഡിത സഭ പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ മൗലൂദ് കഴിക്കൽ പുണ്യകർമ്മമാണെന്നും അത് അനുവദനീയമാണെന്നും അത് മൗലൂദ് കഴിക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞത്, അത് ആ മൗലൂദ് കഴിക്കാത്ത സ്ഥലത്ത് ആരെങ്കിലും ഒരു ഏരിയയിൽ നടക്കുന്നുണ്ടെങ്കിൽ, മൗലൂദ് നടക്കുന്നില്ലെങ്കിൽ ആ സ്ഥലത്ത് മുസ്ലിമീങ്ങളില്ല എന്നാണ് പുസ്തകത്തിൽ പറഞ്ഞിരുന്നത്. പുസ്തകം വേണമെങ്കിൽ ഹാജരാക്കണമെങ്കിൽ ഹാജരാക്കാനുള്ളത്. ഞാൻ പറയുന്നത്, ഇവിടെ ഒരു കാലത്ത് മൗലൂദ് കഴിക്കൽ പുണ്യകർമ്മമാണെന്നും ഇപ്പോൾ ഈ മൗലവിമാർ സക്കരിയ സലയൊക്കെ ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അനുവദനീയമാണെന്നും ഇനി ഒരു 10 വർഷം കൂടി കഴിഞ്ഞാൽ ഇതിലേക്ക് ഇനിയും തൗഹീദായി വരാൻ, ഇത് അനുവദനീയമായി വരാൻ സാധ്യതയുണ്ടോ? കാരണം ഞാൻ പറയാൻ കാരണം, ഒരു കാലത്ത് നിന്നോ സാധനം ചോദിക്കൽ ശിർക്കും വിധത്തും അതുപോലെ തന്നെ അത് ഇപ്പൊ അനുവദനീയമായി. അദ്ദേഹം പറഞ്ഞത് മുജാഹിദുകൾ പഴയ കാലത്ത് ഈ മൗലിദാഘോഷം പുണ്യകർമ്മമാണ്. ചോദ്യകർത്താവ് ശ്രദ്ധിക്കണം, ചോദ്യം ചോദിക്കാൻ മാത്രം വന്നാൽ പോരാ, ഉത്തരം കൂടി ശ്രദ്ധിക്കാം. ഈ മൗലിദാഘോഷം പുണ്യകർമ്മമാണ് എന്ന് മുമ്പ് എഴുതിയെന്നും ഇത് കഴിക്കാത്ത ഏതെങ്കിലും ഒരു മുസ്ലിം ഇല്ല എന്ന് എഴുതിയെന്നുമാണ് പറഞ്ഞത്. വേണമെങ്കിൽ ഹാജരാക്കാമെന്ന് പറഞ്ഞു, ഹാജരാക്കാൻ ആവശ്യപ്പെടുന്നു. അദ്ദേഹം അത് കൊണ്ടുവന്ന് അത് വായിച്ചു കേൾപ്പിക്കണം. ഏത് പുസ്തകമാണ്, ഏത് കൊല്ലമാണ്, ആരാണ് എഴുതിയത്, എന്താണ് ആ ഭാഗം, അദ്ദേഹം വായിക്കട്ടെ. വായിക്കും. അതെ, ഞാൻ പുസ്തകത്തിൽ വായിച്ചാൽ അത് നിങ്ങൾ അംഗീകരിക്കും. വായിക്കാൻ കഴിയില്ല, വായിക്കാൻ കഴിയുന്ന കൊണ്ട് വായിക്കും. കൊണ്ടുപോയി. എവിടെ പുസ്തകം? വേഗം കൊണ്ടുപോയി, എടുത്തോണ്ടേ, പോയി എടുത്തോണ്ടേ. എവിടെ പുസ്തകം? പിന്നെന്താ ചോദിക്കാൻ വന്ന് കൊണ്ടുവരാൻ? പുസ്തകം എന്റെ കയ്യിൽ ഞാൻ എടുത്തിട്ടില്ല. ഉടനെ പോയി എടുത്തോണ്ടിരണം. പുൽപ്പറ്റ അടുത്താണ്, അധികം ദൂരമൊന്നുമില്ല, പോയാൽ പെട്ടെന്ന് എടുക്കാൻ കഴിയും. ഏകദേശം 10 മണി സമയമുണ്ട്. അതിനിടയ്ക്ക് പോയി വരാവുന്ന ദൂരമാണ് പുൽപ്പറ്റ. അദ്ദേഹം പോയി കൊണ്ടുവരട്ടെ. കുറെ കാലമായി നിങ്ങൾ നാട് നോട്ടീസ് ഇറക്കി മുജാഹിദികൾ മുമ്പേ തന്നെ ഇത് ആഘോഷിക്കുന്നവരാണ് എന്നും ആചരിക്കുന്നവരാണ് എന്നും പുണ്യമായി പറഞ്ഞവരാണ് എന്നും ഈ സാധാരണക്കാര സമുദായത്തെ പറഞ്ഞു വഞ്ചിക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി തെളിയിക്കപ്പെടേണ്ടതുണ്ട്. അതല്ലെങ്കിൽ പരസ്യമായി ആ മൈക്കിയുടെ സഹോദരൻ മാപ്പ് പറഞ്ഞിട്ട് മടങ്ങിപ്പോകണമെന്നാ സൂചിപ്പിക്കാനുള്ളത്. പുസ്തകം എന്റെ കയ്യിലില്ല, നിങ്ങൾ ഒരു കാര്യം, നിങ്ങൾക്ക് ഇല്ല എന്ന് പറഞ്ഞു. ജീവിതത്തിൽ എന്തെങ്കിലും ആ പുസ്തകത്തിന് ശരിയായ പകർപ്പ് താങ്കൾ കണ്ടിട്ടുണ്ടോ? ശരിയായ പകർപ്പ് കോപ്പിയല്ല, അതിലെ കട്ടിങ്സ് അല്ല. ഏതെങ്കിലും സുന്നി വാരികയിൽ വന്ന അതിലെ കട്ടിങ്സ് അല്ല പറയുന്നത്. ആ ലേഖനം മുഴുവനായും താങ്കൾ എന്തെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഞാൻ ആ ലേഖനം പുസ്തകം ഫുള്ളായിട്ട് വായിക്കാനല്ലേ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ ആ ലേഖനം മുഴുവനായും വായിച്ചിട്ടുണ്ടോ? താങ്കൾ ഉദ്ദേശിച്ച ലേഖനം, ആ ലേഖനം മുഴുവനായും വായിച്ചിട്ടുണ്ടോ? ഇല്ല. അവിടെയാണ് അബദ്ധം, അവിടെയാണ് അബദ്ധം. ഇല്ല, ഇല്ലാത്ത താങ്കൾ പറഞ്ഞതാ. ഉണ്ട് സ്ഥാപിച്ചെങ്കിലല്ലേ തിരുത്തേണ്ട ആവശ്യമുള്ളൂ. ഉണ്ട് എന്ന് സ്ഥാപിച്ചെങ്കിലല്ലേ തിരുത്തേണ്ടത്. ഇല്ലാത്ത കളവ് പറഞ്ഞ് അവസാനം താങ്കൾ തന്നെ കൊണ്ടുവന്നിട്ടില്ല എന്ന് പറഞ്ഞു. താങ്കൾ ജീവിതത്തിൽ വായിച്ചിട്ടില്ല പൂർണ്ണമായും എന്ന് പറഞ്ഞു. താങ്കൾ ആ സാധനം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. താങ്കളുടെ ഏതെങ്കിലുമൊക്കെ ആളുകൾ താങ്കൾ വലിയ കാലിമാരായി കാണുന്ന, ഉസ്താദുമാരായി കാണുന്ന, മുദരിസുമാരായി കാണുന്ന, വലിയ വലിയ ശൈഖന്മാരായി താങ്കൾ വിചാരിക്കുന്ന ആളുകൾ ഏതെങ്കിലും കുപ്രചാരങ്ങൾ അഴിച്ചുവിടുമ്പോൾ ഉണ്ടാകുമെന്ന് വിശ്വസിച്ചതാണ് താങ്കൾക്ക് പറ്റിയ അബദ്ധം. താങ്കൾ ആക്ഷേപിക്കുന്നില്ല, താങ്കൾ വിമർശിക്കുന്നില്ല. താങ്കൾ വിചാരിച്ചു സാക്ഷാൽ പേരോട് മുസ്ലിയാരും അതിനപ്പുറമുള്ള ശൈഖന്മാരും ഒക്കെ സത്യമായിരിക്കും പറയുക എന്ന് സാധാരണക്കാർ താങ്കൾ ധരിച്ചുപോയി. നേരത്തെ വന്ന സുഹൃത്തും സംഭവിച്ചത് തന്നെയാണ്. അദ്ദേഹത്തിന് ജ്യേഷ്ഠനടക്കമുള്ള സഖാഫിമാരെ കുറിച്ച് അദ്ദേഹം തെറ്റിദ്ധരിച്ചു. അവരൊക്കെ പറയുന്നത് സത്യമായിരിക്കുമെന്ന്, സംഗതി അങ്ങനെ തന്നെ ഉണ്ടാകുമെന്ന് അവരൊക്കെ തെറ്റിദ്ധരിച്ചു. അവിടെയാണ് അബദ്ധം സംഭവിച്ചത്. യഥാർത്ഥത്തിൽ നേരത്തെ ചോദ്യകർത്താവ് പറഞ്ഞ ആ വിഷയവും ഇപ്പോൾ അദ്ദേഹം ഉന്നയിച്ച കാര്യവും രണ്ടും ഇവിടെ കൃത്യമായി ബോധ്യമായിരിക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യകർത്താവ് എന്താ പറഞ്ഞത്? വിശുദ്ധ ഖുർആനിലൂടെ തെളിയിക്കണം, ഇതില്ല ബിദ്അത്താണ് എന്ന് തെളിയിക്കണമെന്ന. അവസാനം അദ്ദേഹത്തിന് തന്നെ പറയേണ്ടി വന്നു, അങ്ങനെ ഖുർആൻ കൊണ്ട് അല്ലെങ്കിൽ സുന്നത്ത് കൊണ്ട് തെളിഞ്ഞോളണമെന്നില്ല എന്ന് വ്യംഗ്യമായിട്ടാണെങ്കിലും സമ്മതിക്കേണ്ടി വന്നുവല്ലോ. സ്ത്രീകളെ പള്ളി
പള്ളി പ്രവേശനം ബിദ്അത്താണ് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോ അത് ബിദ്അത്താണ് എന്ന് ആയത്ത് ഓതാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അത് ബിദ്അത്താണ് എന്ന് ഒരു ഹദീസ് പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. ഇമാം ഷാഫിഈ ഈ സ്ത്രീകൾ നബിയുടെ ഭാര്യമാരോ പെൺമക്കളോ പള്ളിയിൽ പോയതായി ഞാൻ അറിയില്ല എന്ന് പറഞ്ഞുവെന്നാ പറഞ്ഞത്. ഇമാം ഷാഫിഈ അത് ബിദ്അത്താണ് എന്ന് പറഞ്ഞുവെന്ന് അദ്ദേഹത്തിനും വായിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പൊ ഇദ്ദേഹം വന്നത് മുജാഹിദ് മുൻകാല നേതാക്കന്മാര് നബിദിനം ആഘോഷിച്ചിട്ടുണ്ട്, പുണ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ആ സദസ്സിൽ പങ്കെടുക്കാത്ത ഒരു മുസ്ലിമും ഇല്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് എന്ന എവിടെ എഴുതി എന്ന് ചോദിച്ചിട്ട് ആ ലേഖനം വായിക്കാമോ എന്ന് ചോദിച്ചിട്ട് അദ്ദേഹം തന്നെ ആദ്യം പറഞ്ഞു വേണമെങ്കിൽ ഹാജരാക്കാൻ തയ്യാറാണ് എന്ന്. ആ വാക്ക് അദ്ദേഹം പാലിക്കുമെങ്കിൽ, ആ വാക്കിന് വല്ല വിലയുമുണ്ട് എങ്കിൽ അദ്ദേഹം പുൽപ്പറ്റടുത്താണല്ലോ, അവിടെ പോയി വരാൻ അധികം സമയമൊന്നും ആവശ്യമില്ല. 10 മണി വരെ നമുക്ക് പെർമിഷൻ ഉണ്ട്, വേണമെങ്കിൽ പിന്നെയും കാത്തിരിക്കാം. അദ്ദേഹം പോയി ആ ലേഖനം കൊണ്ടുവന്ന് ആ ലേഖനം പൂർണ്ണമായും ഈ മൈക്കിന് മുമ്പിൽ വെച്ച് വായിച്ച് കേൾപ്പിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. മറ്റു പലതുണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോ ആ പുസ്തകത്തെ സംബന്ധിച്ച് നിങ്ങളുടെ വിശദീകരണം എന്താണെന്ന് കേൾക്കാം. ഏത് പുസ്തകം? ഏത് പുസ്തകം? സക്കരിയ സലാഹി വിഷയാവതത്തെ പറഞ്ഞു, അങ്ങനെ പുസ്തകത്തിൽ ഇങ്ങനെ പരാമർശം. ഏത് പുസ്തകം? താങ്കൾ കാണാത്തൊരു പുസ്തകം ഉദ്ധരിച്ചിട്ടില്ല. സക്കരിയ സലാഹി പറഞ്ഞ പുസ്തകം ഏതാണ് എന്നാണ്. സക്കരിയ സലാഹി നൂറുകണക്കിന് പുസ്തകങ്ങൾ പറഞ്ഞു. മൗലവി സംബന്ധിച്ച് പഴയ കാലത്ത് കെ മൗലവി, MCC മൗലവി ഇവരൊക്കെ മൗലവി നല്ല കാര്യമാണ് എന്ന് പറഞ്ഞിരുന്നു. ഇല്ല, സക്കരിയ സലാഹി പറഞ്ഞിരുന്നു എന്ന് താങ്കളെപ്പോൾ പ്രചരിപ്പിക്കുന്നുണ്ട് എന്നാ പറഞ്ഞത്. KM മൗലവിയും MCCയും പോലെയുള്ള പണ്ഡിതന്മാർ മൗലിദ് ന്യായീകരിച്ചുവെന്നും അത് സദ്യയൊരുക്കിയെന്നും അതിന് വേദിയുണ്ടാക്കിയെന്നും ചില ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട് എന്നാ സക്കരിയ സലാഹി പറഞ്ഞത്. അല്ലാതെ അങ്ങനെ പുസ്തകത്തിലുണ്ട് എന്നല്ല താങ്കൾ തെളിയിക്കേണ്ടതുണ്ട്. ചോദിച്ചോളൂ. സക്കരിയ സലാഹി ഇവിടെ പറഞ്ഞത് അന്ന് അദ്ദേഹം പല അർത്ഥത്തിലും അന്ന് മാസൂമല്ലായിരുന്നു. പൊതുവെ പല ആൾക്കാരും ശരിയാണ്, സംശയമൊന്നുമില്ലല്ലോ, പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേ ശരിയാണ്. KM മൗലവി ആദ്യകാലത്ത് ഒരു മുസ്ലിയാരായിരുന്നു, അത് അദ്ദേഹം പറഞ്ഞത്. KM മൗലവി ആദ്യകാലത്ത് മുസ്ലിയാരായിരുന്നു, തയ്യിൽ മുഹമ്മദ് കുട്ടി മുസ്ലിയാരായിരുന്നു. പിന്നീടാണ് അദ്ദേഹം ഇസ്ലാഹി പ്രസ്ഥാനത്തിന് ആദർശമാണ്, ഖുർആനും സുന്നത്തും മുമ്പോട്ട് വെക്കുന്ന ആദർശമെന്ന് തിരിച്ചറിഞ്ഞ് ആ പാതയിലേക്ക് മാറി നിന്നത്. ആ മാറി വരുന്ന കാലഘട്ടങ്ങളിൽ അവരൊക്കെ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത് പ്രമാണമല്ല, അതിലേക്കല്ല നയിക്കുന്നത്, അതിലേക്കല്ല ക്ഷണിക്കുന്നത് എന്നാ സക്കരിയ സലാഹി പറഞ്ഞത്. അപ്പൊ അവരെങ്ങനെ നബിദിനം ആഘോഷിച്ചു, ആഘോഷിക്കാൻ പറഞ്ഞു, പുണ്യമാണെന്ന് പറഞ്ഞു, എല്ലാ മുസ്ലിമീങ്ങളും അതിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞു എന്നൊക്കെ അവരുടെ മേലിൽ ഏറ്റവും വലിയ ദുരാരോപണമാണ് എന്ന് ഒരിക്കൽ കൂടെ ആവർത്തിച്ച് വ്യക്തമാക്കുക. ഞാനിവിടെ പറഞ്ഞ വിഷയം എന്താ വെച്ചാൽ, ഇവിടെ സക്കരിയ സലാഹി വിഷയത്തിൽ നിങ്ങൾ പറഞ്ഞു അങ്ങനെ അന്ന് അവർ യഥാർത്ഥത്തിൽ സുന്നി ആശയപ്രകാരമായിരുന്നു എന്നാണ് പറഞ്ഞത്. പുസ്തകത്തിലുള്ളത് എന്ന് വെച്ചാൽ അന്ന് കേരള ജമിയത്ത് ഉലമ പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് ഞാൻ പറഞ്ഞത്. കേരള ജമിയത്ത് ഉലമ പ്രസിദ്ധീകരിക്കുമ്പോൾ സുന്നി ആകാൻ സാധ്യതയില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അർത്ഥത്തിൽ അത് മറുപടി ഇന്ന് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ തൽക്കാലം ഞാൻ അടുത്തേക്ക് പോകാനായിട്ടില്ല, ഇത് പറയണം. അടുത്തേക്ക് പോകാനില്ല. ഒന്നുകിൽ താങ്കൾ ഉന്നയിച്ചത് ശുദ്ധ കളവാണ് എന്ന് സമ്മതിക്കണം, അതല്ലെങ്കിൽ താങ്കൾ അത് കൊണ്ടുവന്ന് കാണിക്കാൻ തയ്യാറാവണം. രണ്ടാളൊന്നില്ല, അത് കുടുങ്ങി ഇപ്പൊ അടുത്ത ചോദ്യത്തേക്ക് പോവുക. അടുത്ത ചോദ്യം ചോദിക്കാൻ പ്രശ്നമൊന്നുമില്ല, ഇത് തീരുമാനമായിട്ട് മതി. അടുത്ത ചോദ്യം തീരുമാനം ഒന്നിന് തുറന്ന് പറയൂ, ഞാനത് കണ്ടിട്ട് അത് ഉന്നയിച്ചത് ശരിയായില്ല എന്ന് സമ്മതിക്കൂ. അതല്ലെങ്കിൽ താങ്കൾ പോയി കൊണ്ടുവരൂ, പുൽപ്പറ്റയല്ലേ, അധികം ദൂരമില്ലല്ലോ. ഹലോ, ഞാൻ ഇപ്പൊ പറഞ്ഞത് എനിക്ക് അത് ഈ വിഷയത്തിൽ വേണമെങ്കിൽ ഞാൻ വീണ്ടും സമയത്ത് ഹാജരാക്കാം. ഇപ്പോൾ എന്റെ കയ്യിൽ എനിക്ക് സൗകര്യമില്ലാത്തത് കൊണ്ട് ഞാൻ അതേക്ക് ഹാജരാക്കുന്നില്ല, അത് സമ്മതിക്കുന്നു. ഞാൻ സാധനം കൊണ്ടുവന്നതിനെ സമ്മതിക്കുന്നു. ഓക്കെ, ഇനി ഞാൻ എനിക്ക് അടുത്ത ചോദ്യം ചോദിക്കുന്നത്, ഇവിടെ ഒരു കാലത്ത് അനുവദനീയവും, അതായത് സംബന്ധിച്ച് ഇതിന് തീരുമാനം പറഞ്ഞു. ഇതെന്താ പറഞ്ഞത്? അത് ഇൻസ് കഴിയട്ടെ, ജിന്ന് ഇൻസ് കഴിഞ്ഞിട്ട് ജിന്ന് പറയാങ്ങൾ. ഇൻസിന് തീരുമാനിക്കുക, ഇൻസിന്റെ ബാക്കിയാവട്ടെ, പിന്നല്ലേ ജിന്ന്. നമുക്ക് ജിന്നും ശൈത്താനും മലക്കൊക്കെ പറയാം. ആദ്യം ഇൻസിന്റെ ഈ ഏർപ്പാടുണ്ടല്ലോ, ഈ കുറെ ഇൻസാനിയങ്ങൾ നാട് നീളം ഇറങ്ങിയിട്ട് മനുഷ്യന്മാരെ പൊട്ടീസാക്കണ്, അത് തീരുമാനിക്കുക. എന്നിട്ടല്ലേ ജിന്നു ശൈത്താനൊക്കെ അപ്പോഴേക്ക് ജിന്നുമ്പോ കൂടിയാലോ. ഞാനിവിടെ പറഞ്ഞത് എന്റെ കയ്യിൽ ഹാജരാക്കാൻ എന്റെ കയ്യിൽ സാധനം ഇല്ല എന്നെ സംബന്ധിച്ചു. ഓക്കെ, രണ്ടാമത് ഏത് പുസ്തകമാണ് ഉദ്ദേശിച്ചത്? ഇത് പണ്ഡിത സഭ പ്രസിദ്ധീകരിച്ച പ്രസിദ്ധീകരിച്ച മൗലിദ് സംബന്ധിച്ച് പ്രസിദ്ധീകരിച്ച പുസ്തകം. മൗലിദ് സംബന്ധിച്ച് പണ്ഡിത സഭ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടില്ല. ഒന്നാമത്തെ മറുപടി. മൗലിദ് സംബന്ധമായി അത് ന്യായീകരിച്ചുകൊണ്ടോ അതിനെ പ്രശംസിച്ചുകൊണ്ടോ ഒരു പ്രത്യേക പുസ്തകം കേരള ജമിയത്തുൽ ഉലമ പ്രസിദ്ധീകരിച്ചിട്ടില്ല. ഇതൊരു കാര്യം പറയട്ടെ, ഏതായാലും താങ്കൾ ആ സാധനം കണ്ടിട്ടില്ല എന്നത് വസ്തുതയാണ്. പക്ഷെ താങ്കളെ പറ്റിച്ച മുസ്ലിയാക്കന്മാർ,
താങ്കൾ ഉണ്ട് എന്ന് പറഞ്ഞ് പറ്റിച്ച മുസ്ലിയാക്കന്മാർ വേണമെങ്കിൽ വിളിച്ചു ചോദിക്കാൻ കുഴപ്പമില്ല, വിളിച്ചോളൂ താങ്കൾ ഉസ്താദന്മാർ വിളിച്ചു ചോദിക്കുക, അവരാണല്ലോ പറ്റിച്ചത്. അങ്ങനെ അവർ പറഞ്ഞ് താങ്കളെ പറ്റിച്ച പുസ്തകം, ആ പുസ്തകത്തിൽ നിന്ന് തന്നെ താങ്കൾ നിർബന്ധമായും കേൾക്കേണ്ടുന്ന, താങ്കൾ നിർബന്ധമായും അറിയേണ്ടുന്ന ഒരു വാചകം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. താങ്കൾ ശ്രദ്ധിക്കുമല്ലോ. താങ്കൾ ഉദ്ദേശിച്ച പുസ്തകം ഏതാണോ, താങ്കൾക്ക് പറയാൻ പ്രയാസമുള്ള പുസ്തകം ഏതാണോ, താങ്കൾ മനഃപൂർവ്വം കൊണ്ടുവരാതിരുന്നതാണ് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ കൊണ്ടുവരാൻ പ്രയാസമുള്ള പുസ്തകം ഏതാണോ, ആ പുസ്തകത്തിൽ നിന്ന് താങ്കൾ അനിവാര്യമായും വായിക്കേണ്ടുന്ന ഒരു അനിവാര്യമായും അറിയേണ്ടുന്ന കേൾക്കേണ്ടുന്ന ഒരു ഭാഗം വായിച്ചു കേൾപ്പിക്കട്ടെ. അദ്ദേഹം ശ്രദ്ധിക്കുമല്ലോ. അദ്ദേഹം പറയുന്നു, എന്നാൽ ഈ മാസത്തെ നാം എങ്ങനെ കൊണ്ടാടണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ നമുക്കുള്ള ബഹുമാനത്തെ നാം എങ്ങനെ പ്രദർശിപ്പിക്കണം എന്നീ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതിന് മുമ്പായി ഇന്ന് നാം റബീഉൽ അവ്വൽ മാസത്തെ എങ്ങനെ കൊണ്ടാടുന്നുവെന്നും നബിയോട് നമുക്കുള്ള ബഹുമാനത്തെ എങ്ങനെ പ്രദർശിപ്പിച്ചു വരുന്നുവെന്നും നമുക്ക് പരിശോധിക്കാം. അതാണ് പ്രസക്തമായ ഭാഗം. എന്നിട്ട് പറയുന്നു, എന്താ പറഞ്ഞത്? റബീഉൽ അവ്വൽ മാസം വന്നാൽ വീടുതോറും മൗലൂദ് ഓതുന്ന സമ്പ്രദായമാണ് അനേകകാലമായി നമ്മുടെ നാട്ടിൽ നടന്നു വരുന്നത്. ഈ സമ്പ്രദായം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം പഠിക്കുവാനോ തിരുമേനിയുടെ ചര്യകളെ അറിയുവാനോ സാധിക്കുന്നില്ല. മൗലിദുകളാവട്ടെ നമ്മൾ അധികം പേർക്കും അറിഞ്ഞുകൂടാത്ത അറബി ഭാഷയിലാണ്. നബിയുടെ ശരിയായ ജീവചരിത്രം അവയിൽ ഇല്ല എന്ന് തന്നെ പറയാം. മിക്ക മൗലിദുകളിലും ജനനം വരെയുള്ള വിവരം മാത്രമായിരിക്കും. ചിലതിൽ ജനന ദിവസം ഉണ്ടായ അത്ഭുത സംഭവങ്ങളും ശൈശവകാലത്തെ ഏതാനും വിവരങ്ങളും ഉണ്ടായിരിക്കും. ബാക്കിയുള്ളത് ചില കിസ്സകളാണ്. കിസ്സകളിൽ അധികവും അടിസ്ഥാനരഹിതങ്ങളാണ് എന്ന് തന്നെ പറയാം. ഇത്തരത്തിൽ അറബി ഭാഷയിലുള്ള മൗലിദ് മുക്രിയോ മുല്ലയോ വന്ന് ഒരു ഭാഗത്തിൽ നിന്ന് ചൊല്ലിപ്പിരിഞ്ഞത് കൊണ്ട് എന്തൊരു ഫലമാണ് ശ്രദ്ധിക്കുവാനുള്ളത്? മുല്ല ചൊല്ലുന്നത് എന്താണ് എന്ന് മുല്ലക്ക് തന്നെ മനസ്സിലായിരിക്കില്ല. ചൊല്ലിക്കുന്നവന്റെ സ്ഥിതിയും അത് തന്നെ. റബീഉൽ അവ്വൽ കൊണ്ടാടേണ്ടത് ഇങ്ങനെയാണോ? ഇതുകൊണ്ടാണോ നബിയോടുള്ള ബഹുമാനത്തെ പ്രദർശിപ്പിക്കേണ്ടത്? താങ്കൾ പേര് പറയാൻ മടിച്ച, താങ്കൾ വായിക്കാൻ പ്രയാസപ്പെട്ട പുസ്തകം ഏതാണോ അതേ പുസ്തകത്തിലാണ് പറഞ്ഞത് ഇങ്ങനെയല്ല നബിയെ പിൻപറ്റേണ്ടത്, ഇങ്ങനെയല്ല നബിയെ സ്നേഹിക്കേണ്ടത്. മുല്ല എന്തൊക്കെയോ ഒന്ന് ചൊല്ലി പറഞ്ഞു പോകുന്നു, എന്ത് ചൊല്ലുന്നുവെന്ന് മുല്ലക്കറിയില്ല. ചൊല്ലിക്കുന്നവന്റെ സ്ഥിതിയും ഇത് തന്നെയാണ്. എന്നിട്ട് പറയുന്നു, നബിയോട് നമുക്കുള്ള ബഹുമാനത്തെ പ്രദർശിപ്പിക്കേണ്ടത് നബിയുടെ ചര്യകളെയും സന്ദേശങ്ങളെയും പഠിക്കുകയും തിരുമേനിയെ പിന്തുടരുകയും ചെയ്യുന്നത് കൊണ്ടാണ്. നബിയെ പിന്തുടരുന്നത് കൊണ്ടല്ലാതെ നാം അല്ലാഹു തആലയുടെ സ്നേഹത്തിന് പാത്രവാന്മാരായി തീരുകയില്ല. അല്ലാഹു തആല പറയുന്നു, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. ഖുൽ അതീഉല്ലാഹ വറസൂൽ ഫഇൻ തവല്ലൗ ഫഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ തുടങ്ങിയ ആയത്തുകളും സമാനമായ ഹദീസുകളും ഉദ്ധരിച്ചുകൊണ്ട് നബിയെ പിൻപറ്റേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തിക്കൊണ്ട് എഴുതിയ ലേഖനത്തിൽ നിന്നാണ് ഇസ്ലാഹി പ്രഭാഷകന്മാരുടെ പ്രസംഗ ഭാഗം കട്ടുമുറിക്കുന്ന മനുഷ്യന്മാര് ഈ ഒരു മാസികയിൽ പോലും കട്ടുമുറിച്ചത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഏതായാലും അത് പറയാൻ അവസരമുണ്ടാക്കി തന്ന സുഹൃത്ത് നന്ദി രേഖപ്പെടുത്തുന്നു. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മുൻകാല പണ്ഡിതന്മാർ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിക്കൊണ്ട് പ്രവാചകന്റെ ചര്യ അനുധാവനം ചെയ്തുകൊണ്ടാണ് പ്രവാചകനെ സ്നേഹിക്കേണ്ടത് എന്നാണ് പഠിപ്പിച്ചതെന്ന് മുൻകാല പണ്ഡിതന്മാരുടെ കിതാബുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഫൈസൽ മുസ്ലിയാർ ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട ചോദ്യകർത്താവിന് ആ ഗ്രന്ഥം കൊണ്ടുവരുവാനോ അത് വിശദീകരിക്കുവാനോ സാധിച്ചിട്ടില്ല എന്നതും വളരെ വ്യക്തമാണ്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉപചോദ്യം ചോദിക്കുവാനുണ്ടെങ്കിൽ ഒരു അവസരം കൂടി നൽകുന്നതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആ പുസ്തകത്തിന്റെ പേരും പേജും പറഞ്ഞില്ല. ഞാൻ ഈ പറഞ്ഞ ഭാഗം അതിലുണ്ടോ അല്ലേ എന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഒരു ഭാഗവും പറഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ നിങ്ങൾ പുസ്തകത്തിന്റെ പേരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിങ്ങളോട് പേരും പേജും പറയേണ്ടതിൽ യാതൊരു പ്രസക്തിയുമില്ല. നിങ്ങൾ ആദ്യം തന്നെ പറഞ്ഞത് ഞാൻ കൊണ്ടുവരാം, അത് സാധിക്കുമെന്നായിരുന്നു. പിന്നീട് പറഞ്ഞു എനിക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല, 10 മണി വരെ സമയമുണ്ട്, പുൽപ്പറ്റ പോയി വരാൻ വളരെ എളുപ്പമാണ് എന്നും വേദിയിൽ നിന്ന് സൂചിപ്പിക്കുകയുണ്ടായി. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് വല്ല ഉപചോദ്യവും ഇനി ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ അടുത്ത ചോദ്യകർത്താവിന് അവസരം നൽകുകയാണ്.
അല്ല, ഇതുമായി എനിക്ക് ചോദിക്കാനുള്ളത്, നബീദിനെ സംബന്ധിച്ച് ചോദിക്കാനുള്ളത്, എന്റെ കയ്യിൽ ഹദീസ് ഞാൻ ഉദ്ധരിച്ചാൽ സനദ് ചോദിച്ചാൽ സനദ് കാണിക്കാൻ അതിന്റെ കയ്യിലില്ല. റബീഉൽ അവൽ 12 അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു റബീഉൽ അവൽ 12 പ്രത്യേക പരിപാടിയോ വല്ലതും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് സംഭവം ചെയ്തിട്ടുണ്ട് എന്നതിന് രേഖയുണ്ട്. ഇതിനൊരു ഹദീസും സനദും ചോദിച്ചാൽ ഇപ്പോൾ വേണമെങ്കിൽ എന്റെ കയ്യിൽ അതാക്കി തരാൻ എന്റെ കയ്യിലില്ല എന്ന് അതിനെ പറയുന്നത്. കാരണം നിങ്ങൾക്കത് അറിയാം, ഞാൻ സനദ് കൊണ്ടുവന്നിട്ടില്ല എന്ന്, കിതാബ് കൊണ്ടുവന്നിട്ടില്ല എന്നും അതെനിക്ക് വായിക്കാൻ അറിയില്ല. ഉമർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റബീഉൽ അവൽ 12 പ്രത്യേകമായി ചില സംഗതികൾ ചെയ്തിട്ടുണ്ട് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് എന്നല്ലേ ചോദ്യം? അതല്ലേ ചോദ്യം അല്ലേ? അപ്പൊ ഏതായിരുന്നാലും KM മൗലവിയെ അദ്ദേഹം വിട്ടു. ഇനി അബൂബക്കർ സിദ്ദീഖും ഉമർ ഖത്താബും റബീഉൽ അവൽ 12 ഇങ്ങനെ പ്രത്യേകമായി ഒരു ചെയ്തിട്ടുണ്ട്. പക്ഷെ മൂപ്പര് മുൻകൂർ ജാമ്യം എടുത്തു, നിങ്ങൾ കിതാബ് ഏതാ ചോദിക്കരുത് എന്നാ. അറബി മലയാളത്തിൽ കൊണ്ടുവന്നിട്ട് തന്നെ മൂപ്പരിപ്പോ സംഗതി വിട്ടു. അപ്പൊ ഈ കിതാബ് ചോദിക്കരുത്, സനദ് ചോദിക്കരുത്, ഹദീസ് ചോദിക്കരുത്, സംഗതി കിതാബിലുണ്ട്. ഇതാണ് മുതിർന്ന മുസ്ലിയാക്കന്മാരെ വിജയവും. ഇങ്ങനത്തെ കുറെ അനുയായികൾ എന്ത് പറഞ്ഞാലും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് പാസ്സാക്കി കൊടുക്കുന്ന കുറെ അനുയായികൾ, അതാണ് യഥാർത്ഥത്തിൽ വലിയ വലിയ ശൈഖുനന്മാരെ രംഗത്തിറങ്ങുന്ന ആളുകളുടെ വിജയമെന്ന് സുഹൃത്തിനെ സ്നേഹത്തോടു കൂടി ഉറപ്പെടുത്തിയാണ്. യഥാർത്ഥത്തിൽ സിദ്ദീഖ് റളിയല്ലാഹു ഉമർ ഖത്താബും അങ്ങനെ ചെയ്തു എന്നുള്ള വാദം ന്യായമാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇപ്പൊ സുഹൃത്ത് ഉദ്ദേശിച്ച ആ വിഷയങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ ഈ മുൻഗാമികളായ ഇതൊക്കെ ബിദ്അത്താണെന്ന് പറഞ്ഞ ആളുകൾ ആരും കണ്ടില്ല എന്ന് സമ്മതിക്കലായി പോകുമല്ലോ. ആരെല്ലാം പറഞ്ഞു? അബൂ ഉസാമ റഹിമഹുല്ലാ പറഞ്ഞു നമ്മളെ കാലത്തുണ്ടായ ഒരു പുതിയ ആചാരമാണ്. സുയൂത്തി റഹിമഹുല്ലാ പറഞ്ഞു സംഗതി ബിദ്അത്താണ് പക്ഷെ നല്ലതാണ് എന്ന് പറഞ്ഞു. അതേപോലെ അവിടെ ഇങ്ങോട്ട് അതിനെ അനുകൂലിച്ചവരും പ്രതികൂലിച്ചവരുമായ ധാരാളം പണ്ഡിതന്മാർ അവരെല്ലാവരും ഒരേ സ്വരത്തിൽ പഠിപ്പിച്ചു ഇത് മുളഫർ രാജാവ് ഉണ്ടാക്കിയ ചര്യയാണ്. 4-ാം നൂറ്റാണ്ടിൽ ഷിയാക്കൾ ആരംഭിച്ചു, പിന്നീട് 6-ാം നൂറ്റാണ്ടിൽ മുളഫർ രാജാവ് അത് ഏറ്റെടുത്ത് അത് പ്രചരിപ്പിച്ചുവെന്ന്. മാത്രവുമല്ല സുന്നിയായി ജീവിച്ചു മരിച്ചുപോയ തഴവ മുഹമ്മദ് കുഞ്ഞി മുസ്ലിയാർ അദ്ദേഹത്തിന്റെ പോലും അൽ മവാഹിബുൽ ജലിയയിൽ മൗലീദിന്റെ മഹത്വം പറഞ്ഞ, മൗലീദ് കഴിച്ചാൽ മെച്ചമുണ്ടെന്ന് പറഞ്ഞ, ദാരിദ്ര്യം നീങ്ങുന്നുണ്ട് എന്ന് അനുഭവം രേഖപ്പെടുത്തി വെച്ച ആ തഴവ മുഹമ്മദ് കുഞ്ഞി മുസ്ലിയാർ അദ്ദേഹം പറഞ്ഞു ഈ മൗലീദ് കഴിക്കുന്ന ഏർപ്പാട് മുമ്പില്ല. അദ്ദേഹം പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി മൗലീദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ എന്നും സഹാബി പറഞ്ഞതായി കാണുന്നതാ, അത് ഹനബി 1-ാം ഭാഗമിൽ നോക്കേണ്ടതാ. മുജാഹിദ് ഇരിക്കി. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ അനുയായികളുടെ ബാക്കി തന്നെയാണ്. വളണ്ടിയർമാർ ശ്രദ്ധിക്കുക. നമ്മുടെ പരിപാടി ഭംഗിയായി നടക്കലാണ് നമുക്ക് ആവശ്യം, പക്ഷെ നടക്കാതിരിക്കലാണ് വേറെ ചിലർക്ക് ആവശ്യം. നാം അത് വകവെച്ച് കൊടുത്തുകൂടാ. കൃത്യമായി ശാന്തമായി ആളുകൾ ചോദിക്കട്ടെ. ഇനിയും ധാരാളം സഹോദരങ്ങൾ ചോദിക്കാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. അവരെല്ലാം കൂടി ചോദിച്ചാൽ സംഗതി സമസ്ത പിരിച്ചുവിടേണ്ടി വരുമെന്ന ബേജാറാണ് ചില മുസ്ലിയാക്കന്മാർക്ക് വയറിളക്കമുണ്ടാക്കുന്നത്. നമ്മൾ ക്ഷമിച്ചാൽ മതി, നമ്മോട് ഇരിക്കുക, ശാന്തമായി ചോദിക്കുക, എല്ലാവർക്കും ചോദിക്കുക. ഇൻഷാ അല്ലാഹ് അനുവദിക്കപ്പെട്ട സമയം പരമാവധി നമുക്ക് ഉപയോഗപ്പെടുത്താം. അപ്പൊ ഏതായാലും ആ തഴവ മുഹമ്മദ് കുഞ്ഞി മുസ്ലിയാർ അദ്ദേഹം പോലും പറഞ്ഞു ഇത് പഴയ കാലത്തില്ല, 3 നൂറ്റാണ്ടിന് ശേഷം വന്നതാ. ആരാ തഴവ? മൗലിദ് കഴിക്കണമെന്ന് പറഞ്ഞവർ, കഴിച്ചാൽ മുസീബത്ത് ഒഴിവാകുമെന്ന് പറഞ്ഞവർ, കഴിച്ചാൽ ദാരിദ്ര്യം നീങ്ങി കിട്ടുമെന്ന് പറഞ്ഞവർ, അവരാണ് പറഞ്ഞത് ഇത് 3 നൂറ്റാണ്ടിന് ശേഷം ഉണ്ടായതാണ്. ശേഷം അവിടെ ഇങ്ങോട്ട് സുന്നി വോയിസും അതേപോലെ ഈ രംഗത്തെ ഏറ്റവും പുതിയ തെളിച്ചം മാസിക പോലും നേരത്തെ ഇവിടെ ഉദ്ധരിക്കപ്പെട്ടു. ചെമ്മാട് ദാറുൽഹുദയിൽ ഇറങ്ങുന്ന തെളിച്ചം മാസിക, അതിൽ പോലും പറഞ്ഞെന്താ സ്വഹാബത്തിന്റെ കാലത്തോ ഉത്തമ നൂറ്റാണ്ടുകളിലോ ആ ഒരു ശൈലി ഉണ്ടായിരുന്നില്ല എന്ന് എഴുതി വെച്ചത്. എങ്കിൽ പിന്നെ സിദ്ദീഖ് റളിയല്ലാഹു ചെയ്തു, ഉമർ ഖത്താബ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ മുജാഹിദ് പ്രവർത്തകർ കസേരയിൽ ഇരിക്കണം, അവിടെ ഒന്നുമില്ല, നിങ്ങൾ അവിടെ ഇരിക്കണം. മുജാഹിദ് പ്രവർത്തകർ എല്ലാവരും അവിടെ ഇരിക്കണം, ആരും അനങ്ങേണ്ടതില്ല. ഇതൊക്കെ നമ്മുടെ പരിപാടി നടക്കുന്നിടത്ത് സർവ്വസാധാരണയാണ്. പരിപാടി അലങ്കോലപ്പെടുത്താൻ പോലീസ് വന്ന് സദസ്സ് പിരിച്ചുവിടാൻ നമ്മോട് ആവശ്യപ്പെടാൻ വേണ്ടിയുള്ളൊരു കുതന്ത്രം മാത്രമാണ്. അവിടെ വളണ്ടിയേഴ്സ് ഉണ്ട്. വേണ്ടി വന്നാൽ ഈ സദസ്സിലുള്ള മുഴുവൻ പ്രവർത്തകരും വളണ്ടിയർമാരാണ്. അടങ്ങിയിരിക്കണം. ആരും ഇരിക്കുന്ന സദസ്സിൽ നിന്ന് എഴുന്നേൽക്കേണ്ടതില്ല. പരിപാടി ഭംഗിയായി നടക്കും. നമുക്ക് അനുവദിക്കപ്പെട്ട സമയം തീരുന്നത് വരെ പരിപാടി ഭംഗിയായി നടക്കും. ഒരു മുജാഹിദ് പ്രവർത്തകനും ഇരിക്കുന്ന കസേരയിൽ നിന്ന് അനങ്ങേണ്ടതില്ല. അക്രമികളെ നിയന്ത്രിക്കാൻ മാത്രം നമ്മുടെ വളണ്ടിയേഴ്സ് മതി. വേണ്ടി വന്നാൽ ഇവിടെയുള്ള പ്രവർത്തകർ മുഴുവൻ സന്ദർഭത്തിനനുസരിച്ച് വളണ്ടിയേഴ്സായി മാറും. ആരും ഇരിക്കുന്ന കസേരയിൽ നിന്ന് അനങ്ങാൻ പാടില്ല. പരിപാടി തുടരട്ടെ. ഏതായാലും
ചോദ്യകർത്താവ് അദ്ദേഹം ഉന്നയിച്ചത് കൊണ്ട് മാത്രം ഞാൻ വിശദീകരിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖും ഉമർ ഖത്താബും റളിയല്ലാഹു അൻഹുമാ അവരിങ്ങനെ റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ പ്രത്യേകമായി വല്ലതും ചെയ്തുവെന്ന് അദ്ദേഹം പറയുന്നുവെങ്കിൽ അതിനർത്ഥം ആ ചെയ്തത് അബൂ ശാമയെ പോലെയുള്ള, അതേപോലെ സുയൂത്തി റഹിമഹുള്ളയെ പോലെയുള്ള, ഇബ്നുൽ ഹാജിനെ പോലെയുള്ള, അതേപോലെ ഇമാം ഫാക്കിഹാനിയെ പോലെയുള്ള, ഇമാം അസ്ഖലാനിയെ പോലെയുള്ള പണ്ഡിതന്മാരാരും കണ്ടില്ല എന്ന് പറയേണ്ടി വരും. അതേപോലെ തെളിച്ചം മാസികയിൽ ഈ ലക്കത്തിന് പോലും ലേഖനം എഴുതിയവരും, സുന്നി വോയിസിൽ 81 ലേഖനം എഴുതിയവരും അവരും അത് കണ്ടില്ല എന്ന് പറയേണ്ടി വരും. യഥാർത്ഥ സുഹൃത്തെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തട്ടെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരാരും റബീഉൽ അവ്വൽ മാസത്തിൽ അങ്ങനെ പ്രത്യേകമായി യാതൊന്നും ചെയ്തിട്ടില്ല എന്ന കാര്യം തീർച്ചയാണ്. അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് മുജാഹിദുകൾ നാടിനീളെ അതിശക്തമായി പ്രചരിപ്പിക്കുകയും ഉണ്ടോ 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 എന്ന് വ്യാപകമായി ചോദിക്കുകയും ചിലപ്പോൾ പിടിച്ചു നിൽക്കാനും വല്ലതും വേണമല്ലോ. അങ്ങനെയാണ് നിഅമത്തുൽ കുബ്ര എന്ന കിതാബ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ചില മനുഷ്യന്മാർ രംഗത്തിറങ്ങിയത്. എന്താ ഉള്ളത്? സിദ്ദീഖ് പറഞ്ഞു അത്രേ, ആരെങ്കിലും ഒരു ദിർഹം മൗലിദിന് വേണ്ടി, നബിദിനാഘോഷത്തിന് വേണ്ടി ഒരു ദിർഹം ചെലവഴിച്ചാൽ അവൻ സ്വർഗത്തിൽ എന്റെ കൂടെയാണ് എന്ന് സിദ്ദീഖ് പറഞ്ഞു വന്നാൽ നഊദു ബില്ലാഹ്. മഹാനായ ഞങ്ങളുടെ നേതാവ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ തഖ്വയെയും ഈമാനിനെയും ഒക്കെ ഇടിച്ചു താഴ്ത്താനല്ലേ സഹോദര യഥാർത്ഥത്തിൽ ഇത്തരം ഒരു പ്രചാരണ ലോകത്ത് ഉണ്ടായി വന്നത് എന്നതല്ലേ വസ്തുത. കാരണം എന്റെ ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ ഈമാന്റെ ഉടമയായി പരിചയപ്പെടുത്തപ്പെടുന്ന, ജീവിതത്തിൽ അങ്ങേറ്റം തഖ്വകൾ കാത്തു സൂക്ഷിച്ച, അമലു സ്വാലിഹാത്തിന് ഒന്നിനു പോലും വിട്ടുവീഴ്ച ഇല്ലാതെ പ്രാവർത്തികമാക്കിയ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു സ്വർഗ്ഗത്തിലാണ് എന്ന് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോൾ ആ സിദ്ദീഖുൽ അക്ബറിന്റെ ആ ത്യാഗങ്ങളൊക്കെയും, ആ സിദ്ദീഖുൽ അക്ബറിന്റെ ഈമാനൊക്കെയും, ആ സിദ്ദീഖുൽ അക്ബറിന്റെ തഖ്വയൊക്കെയും ഒരു ദിർഹമിന്റെ വില പോലും അർഹിക്കുന്നില്ല എന്ന് പറയാൻ വേണ്ടി ഏതോ തൽപര കക്ഷികൾ ഉണ്ടാക്കി പ്രചരിപ്പിച്ചതാണെന്ന് മനസ്സിലാക്കി മുസ്ലിമീങ്ങളത് തള്ളിക്കളയല്ലേ വേണ്ടത്. സമാനമായി ഉമർ ഖത്താബിനെ കുറിച്ചും ആരെങ്കിലും മൗലിദിന്റെ സദസ്സിൽ പങ്കെടുത്താൽ അവൻ ഇസ്ലാമിനെ ജീവിപ്പിച്ചവനാകുന്നുവെന്ന് ഉമർ ഖത്താബ് പറഞ്ഞു വന്നാണ്. ഇതെല്ലാം കള്ളക്കഥകളാണ്, കള്ള റിപ്പോർട്ടുകളാണ്. സിദ്ദീഖ് ആരോട് പറഞ്ഞു? അത് ആര് കേട്ടു? ഉമർ ഖത്താബ് ആരോട് പറഞ്ഞു? അത് ആര് കേട്ടു എന്ന് ലോകത്തെവിടെയും രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല, രേഖപ്പെടുത്തപ്പെടുകയുമില്ല, തെളിയിക്കാനൊട്ട് സാധ്യവുമല്ല എന്നാ സൂചിപ്പിക്കാനുള്ളത്. സഹോദരങ്ങളെ, നമ്മുടെ പോലീസ് ഓഫീസർമാരുടെ നിർദ്ദേശപ്രകാരം തന്നെ നമ്മുടെ പരിപാടി മുന്നോട്ട് പോവുകയാണ്. ചോദ്യോത്തര ഫംഗ്ഷൻ അല്ല, നമ്മുടെ പണ്ഡിതന്മാർ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ അവതരിപ്പിച്ച് സംസാരിക്കും. പോലീസ് ഓഫീസർമാരുമായി സഹകരിച്ച് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി നീങ്ങുകയാണ്. ഇവിടെ ഒരുമിച്ച് കൂടിയ മുജാഹിദ് പ്രവർത്തകർ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ഈ പ്രോഗ്രാം എങ്ങനെയെങ്കിലും കലക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി വരുന്ന ആളുകൾക്ക് നമ്മൾ ഒരു വടിയാകുവാൻ പാടില്ല. പൂർണ്ണമായും അച്ചടക്കത്തോടുകൂടി ഇവിടെ ഇരിക്കുകയും നമ്മുടെ പണ്ഡിതന്മാർക്ക് വിഷയകമായി പറയുവാനുള്ള മുഴുവൻ കാര്യങ്ങളും ശ്രദ്ധിക്കുകയും ചെയ്യുക. നമ്മൾ അൽഹംദുലില്ലാ ഇവിടെ ഉന്നയിച്ച ചോദ്യങ്ങൾക്കെല്ലാം തന്നെ വളരെ കൃത്യമായി പ്രമാണബദ്ധമായി മറുപടി പറഞ്ഞിരിക്കുകയാണ്. തുടർന്നും ഈ വിഷയകമായി ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ദുഷ്പ്രചാരണങ്ങളുണ്ട്. ആ ദുഷ്പ്രചാരണങ്ങളുടെ നിജസ്ഥിതി വ്യക്തമാക്കിക്കൊണ്ട് നമ്മുടെ പണ്ഡിതന്മാർ ഇവിടെ വിശദീകരിക്കുമ്പോൾ ഈ പരിപാടി നമ്മുടെ ബഹുമാനരായ നിയമപാലകന്മാർ, ഉദ്യോഗസ്ഥന്മാർ നമ്മളോട് ആവശ്യപ്പെട്ടതുപോലെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമ്മൾ നിർബന്ധിതരായിരിക്കുകയാണ്. പൂർണ്ണമായും അച്ചടക്കം പാലിച്ചുകൊണ്ട് ഈ പരിപാടിയുമായി പൂർണ്ണമായി സഹകരിക്കണമെന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള എല്ലാ മുജാഹിദ് പ്രവർത്തകരോടും വളരെ ആത്മാർത്ഥമായി ആവശ്യപ്പെടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരു പരിപാടി ഏറ്റവും നല്ല സൽക്കർമ്മമായി സ്വീകരിക്കുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇത് അവസാനം വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ച രൂപത്തിൽ ആളുകൾക്ക് ദഅവത്ത് എത്തിക്കുവാനുള്ള ഏറ്റവും നല്ലൊരു മാർഗമായി ഈ പരിപാടിയെ മാറ്റുവാൻ പ്രാർത്ഥിക്കുകയും വളരെ അച്ചടക്കത്തോടു കൂടി ഇരിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പരിപാടി തുടരുന്നതിന് വേണ്ടി ഫൈസൽ മുസ്ലിയാരെ ക്ഷണിക്കുകയാണ്. വളരെ ഭംഗിയായി നടക്കുന്ന ഒരു മുഖാമുഖം പരിപാടി. ഒന്നും രണ്ടും ചോദ്യകർത്താക്കൾ മുമ്പോട്ട് വന്നപ്പോൾ തന്നെ തങ്ങൾക്കത് പ്രയാസമാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ കലക്കാനൊട്ട് സാധിക്കുന്നുമില്ല, കടക്കാനും കഴിയുന്നില്ല. എങ്കിൽ പിന്നെ എന്തുണ്ട് മാർഗം എന്ന് നോക്കിയിട്ടാണ് തക്ബീർ ചൊല്ലി ആർപ്പ് വിളിച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇനിങ്ങനെ മുമ്പോട്ട് പോയാൽ എന്തെല്ലാമോ സംഭവിക്കുമെന്ന് അവരെ തോന്നിപ്പിച്ചുകൊണ്ട് ഇങ്ങനെയെങ്കിലും ഈ ചോദ്യോത്തര പരിപാടി ഒന്ന് നിർത്തിക്കിട്ടാനായെങ്കിലെന്ന് ഈ ആളുകൾ വിചാരിച്ചു
സ്ഥാപിച്ചത് എന്നത് സൂചിപ്പിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഏതായാലും നാട്ടില് നിയമങ്ങൾ കഴിവിന്റെ പരമാവധി പാലിക്കാൻ ശ്രമിക്കുന്ന ഒരു സംഘടനയുടെ ഉത്തരവാദപ്പെട്ട പ്രവർത്തകന്മാർ എന്ന നിലയ്ക്ക് പോലീസ് ഉദ്യോഗസ്ഥന്മാർ നമ്മോട് ആവശ്യപ്പെട്ടത് ആ നിലയ്ക്ക് തന്നെ നാം അംഗീകരിക്കുകയാണ്. ഒരു ആരോടുമുള്ള ആരെയും കുറിച്ചുള്ള ഏതെങ്കിലും നിലയ്ക്കുള്ള പ്രയാസം കൊണ്ടോ പേടി കൊണ്ടോ അല്ല ഒരിക്കലും ഈ ചോദ്യോത്തര പരിപാടി മാറ്റിവെച്ചത്. നിങ്ങൾക്കറിയാം, ഇതിനു മുമ്പ് തന്നെ ഒരുപാട് വേദികൾ ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണല്ലോ നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ നന്ദിയിൽ വെച്ച് വളരെ നല്ല നിലയ്ക്ക് ഭംഗിയായി ചോദ്യകർത്താക്കൾക്ക് മുഴുവനും ചോദിച്ചു തീരാൻ മാത്രം അവസരം കൊടുത്തുകൊണ്ടുള്ള വളരെ നല്ല നിലയ്ക്കുള്ള മുഖാമുഖം നാം സംഘടിപ്പിച്ചത് ഏതാനും ദിവസങ്ങളെ ആയുള്ളൂ. കഴിഞ്ഞ 1-2 മാസങ്ങളായി ഇതുപോലെ നമ്മുടെ സംസ്ഥാനത്തിലെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ധാരാളം ഇത്തരം മുഖാമുഖ പരിപാടികൾ നാം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇനിയും നാം നിശ്ചയിച്ച മുഖാമുഖങ്ങൾ അടുത്ത ഈ 1-2 മാസങ്ങളിലായി ഇനിയും ധാരാളം നടക്കാനുണ്ട്. മുഖാമുഖം എന്നത് തങ്ങൾക്ക് മാത്രമേ ആകൂവെന്ന് തങ്ങളുടെ ഹുങ്ക് കാണിച്ച്, തങ്ങളുടെ അംഗബലം കാണിച്ച്, തങ്ങളെവിടെയൊക്കെയോ ട്രെയിനിങ് കൊടുത്ത് ഇറക്കിക്കൊണ്ടുവരുന്ന ചില ടൈഗർ ഫോഴ്സുകളും സമാനമായ ഫോഴ്സുകളെയും ഒക്കെ കാണിച്ചുകൊണ്ട് ഇതൊന്നും വഹാബികളെ നടത്താൻ സമ്മതിക്കില്ല എന്ന് ചിലരൊക്കെ വിചാരിച്ചെങ്കിൽ അതൊന്നും ന്യായമല്ല. ഈ രാജ്യത്തെ നിയമം പാലിച്ചുകൊണ്ട് ഈ രാജ്യത്തെ നിയമപാലകന്മാരുടെ അനുവാദത്തോടുകൂടി തന്നെ വളരെ ശാന്തമായി ചോദ്യോത്തര പരിപാടികൾ നടത്താനാകുമെന്ന് ബോധ്യപ്പെടുത്തൽ തന്നെയാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ഉദ്ദേശം. നമ്മൾ കണ്ടുവല്ലോ, 2 ആൾ ചോദിക്കാൻ വന്നപ്പോഴേക്ക് എന്താ സംഭവിച്ചത് എന്ന്. ഇനി ബാക്കിയുള്ള ആളുകൾ കൂടി ചോദിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ 10 മണി ആകേണ്ടി വരില്ല. 9 മണി ആകുമ്പോഴേക്ക് തന്നെ നമ്മുടെ സമസ്ത തന്നെ പിരിച്ചുവിട്ട് പോകേണ്ട ഗതികേടുണ്ടാകുമെന്ന ആ ഭീതി കൂടി അത്തരക്കാരുടെ ഉള്ളിൽ ഉണ്ട് എന്നത് ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഏതായാലും സഹോദരന്മാരെ, മുജാഹിദ് പ്രസ്ഥാനം ഇതുവരെയും പഠിപ്പിച്ചതും ഇന്നും ഇവിടെ അവതരിപ്പിച്ചതുമായ ഈ വിഷയത്തിൽ ഊന്നി തന്നെ ഏതാനും ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി വേണമെങ്കിൽ അത്യാവശ്യമുള്ള ആളുകൾക്ക് വല്ലതുമുണ്ടെങ്കിൽ എഴുതി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സംസാരത്തിൽ അതുകൂടി ഉൾപ്പെടുത്തി സംസാരിക്കാമെന്ന് കൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ഇവിടെ കഴിഞ്ഞ വിഷയാവതരത്തിൽ ബഹുമാനായ സക്കരിയ സ്വലാഹി സവിസ്തരം വിശദീകരിച്ചത് ഈ മൗലിദാഘോഷം യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിലോ തിരുസുന്നത്തിലോ അതിന് യാതൊരു പിൻബലവുമില്ല എന്ന് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീൻ പഠിപ്പിക്കാമെന്ന നബിതങ്ങൾ ആ നബിതങ്ങൾ 23 കൊല്ലം നബിയായി ജീവിച്ചിട്ട് ആ 23 കൊല്ലങ്ങളിൽ 22 റബീഉൽ അവ്വൽ മാസങ്ങൾ പൂർണ്ണമായും കടന്നു പോവുകയും 23ാമത്തെ റബീഉൽ അവ്വൽ മാസം കടന്നു വരികയും ചെയ്തിട്ട് ഈ 23 റബീഉൽ അവ്വലുകളിൽ ഏതെങ്കിലും റബീഉൽ അവ്വൽ മാസം വന്നപ്പോൾ യാ സഹാബ, ഞാൻ ജനിച്ച മാസമാണ്, ഞാൻ ജനിച്ച ഡേറ്റാണ്, ദിവസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്തതായി, എന്തെങ്കിലും ചെയ്യാൻ ആവശ്യപ്പെട്ടതായി ഇല്ല, എവിടെയും കാണുകയില്ല. തീർച്ചയാണ്, ഒരാൾക്കും കാണിക്കാൻ സാധ്യവുമല്ല. അതുകൊണ്ടാണല്ലോ ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് തന്നെ നിരക്കാത്ത ഒരു പുതിയ ചോദ്യം ഉണ്ടാക്കിയിട്ട് ഈ ആഘോഷം പാടില്ല എന്ന് ഖുർആനിലുണ്ടോ, ഈ ആഘോഷം വിദഗ്ധാണ് എന്ന് ആയത്തുണ്ടോ എന്ന് ചോദിക്കേണ്ടി വന്നത്. നാടുന്നാകെ ദീനിന്റെ ഉസൂൽ അറിയാത്ത, ദീനിനെ കുറിച്ച് കാര്യമായൊന്നും പഠിക്കാൻ അവസരമുണ്ടായിട്ടില്ലാത്ത സാധാരണക്കാരെ പൊട്ടീസാക്കുവാൻ വേണ്ടി വ്യാപകമായി മുസ്ലിയാക്കന്മാർ വെക്കുന്ന നോട്ടീസ് കാണുന്ന ഒരു മാറ്ററാണത്. എന്താണ് ഇത് പാടില്ല എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. ഈ നബിദിനാഘോഷം പാടില്ല എന്നതിന് ഒരായത്ത് കൊണ്ടുവന്നാൽ 1 കോടി തരാം, ആയത്തിന്റെ എണ്ണം കൂടിയാൽ കോടിയുടെ എണ്ണം കൂടുമെന്ന് പറഞ്ഞ് നാടിനീളം പോസ്റ്റർ ഇറക്കിയപ്പോൾ മുജാഹിദുകൾ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും അതിന് മറുപടിയായി പോസ്റ്ററുകൾ തിരിച്ചിറക്കി. ആ പോസ്റ്ററുകളിൽ മുജാഹിദുകൾ ചോദിച്ചിരുന്നു, എങ്കിൽ പിന്നെ ഒരു മുസ്ലിം ഡിസംബർ മാസം 25-ാം തീയതി ആകുമ്പോൾ അദ്ദേഹം എങ്ങാനും ക്രിസ്മസ് ആഘോഷിച്ചുവെന്ന് കൂട്ടുക, അതിൽ പങ്കെടുത്തുവെന്ന് കൂട്ടുക, ക്രിസ്മസിന്റെ ജാഥ തന്റെ വീടിന് മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ സ്വീകരണം ഏർപ്പെടുത്തി എന്ന് വിചാരിക്കുക, അവിടെ പോയി പാട്ടുപാടി എന്ന് വിചാരിക്കുക. എന്നിട്ട് അയാൾ ചോദിക്കുക, ഇത് പാടില്ല എന്ന് പറയാൻ ഏതായത്താ തെളിവ്, ഇത് പാടില്ല എന്ന് പറയാൻ ഏത് ഹദീസാ തെളിവ് എന്ന് ചോദിക്കുമ്പോ സ്വാഭാവികമായും തിരിച്ചു ചോദിക്കും, എന്ത് ഇത് ഇസ്ലാമികമാണെന്ന് പറയണമെങ്കിൽ അതിനാണ് തെളിവ് വേണ്ടത് എന്ന് നേരത്തെ സ്വലാഹി വിശദീകരിച്ചു. 5 വക്ത നമസ്കാരം 6 ആക്കി മാറ്റുന്ന മനുഷ്യൻ, മഗ്രിബ് 3 4 5 ആക്കി മാറ്റുന്ന മനുഷ്യൻ, അയാള് അങ്ങനെ നിസ്കരിക്കാൻ പാടില്ല എന്ന് ആയത്തുണ്ടോ ഹദീസുണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാൻ ഉണ്ടാവില്ല എന്ന കാര്യം അറിഞ്ഞിട്ടാണല്ലോ അയാൾ ആ ചോദിക്കുന്നത്. അഥവാ ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വം പോലും ബാലപാഠം പോലും സ്വന്തം ജ്യേഷ്ഠ കിതാബോധി എന്ന് വിചാരിച്ചിട്ട് പോലും ഇല്ല, ഇസ്ലാമിന്റെ അസ്ൽ എന്താണ് എന്ന്, ഇസ്ലാമിന്റെ അടിസ്ഥാനം എന്താണ് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല
പരിചയമില്ല എന്ന വസ്തുതയാണ് നമുക്കിവിടെ ബോധ്യമായത്. യഥാർത്ഥത്തില് റസൂലുള്ളാഹിക്ക് പരിചയമില്ലാത്ത, സ്വഹാബാക്കിറാമിന് പരിചയമില്ലാത്ത, താബിഈകൾക്ക് പരിചയമില്ലാത്ത, താബിഈകൾക്ക് പരിചയമില്ലാത്ത മദ്ഹബിന്റെ ഇമാമികളായ ഇമാം ശാഫിഈ, ഇമാം മാലിക്, ഇമാം അബൂ ഹനീഫ, ഇമാം അഹ്മദ് ഹംബൽ റഹിമഹുമുല്ലാഹ്, ഈ 4 ഇമാമികൾ ഒരാൾക്കും പരിചയമില്ലാത്ത എന്നല്ല, ഹിജ്റ 6-ാം നൂറ്റാണ്ടിന് മുമ്പ് ലോകത്ത് രചിക്കപ്പെട്ട ആയിരക്കണക്കായ കിതാബുകൾ, 1, 2, 3, 4, 5 നൂറ്റാണ്ടുകളായി ആയിരക്കണക്കായ ഗ്രന്ഥങ്ങൾ മുസ്ലിം ലോകത്ത് രചിക്കപ്പെട്ടെങ്കിൽ ആ ഗ്രന്ഥങ്ങളിൽ ഏതെങ്കിലും ഒരു കിതാബ് ചൂണ്ടിക്കാണിച്ച് ഇതാ 1-ാം നൂറ്റാണ്ടില് ഇന്ന കിതാബ് ഇതാ നബിദിനാഘോഷം പറയുന്നു, 2-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഇന്ന കിതാബ് നബിദിനാഘോഷം പറയുന്നു എന്ന് പറയാൻ പോലും ഇല്ല. ഇലാ യൗമിൽ ഖിയാമ ഒരാളെ കൊണ്ട് സാധ്യമല്ല. 6-ാം നൂറ്റാണ്ടിന് മുമ്പ് ലോകത്ത് രചിക്കപ്പെട്ട ഏതെങ്കിലും ഒരു കിതാബില് ഹിജ്റ 500-കൾ വരെയുള്ള കാലഘട്ടങ്ങളിൽ രചിക്കപ്പെട്ട ഏതെങ്കിലും ഒരു കിതാബില് നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട അത് പുണ്യമാണെന്ന് പഠിപ്പിച്ച, അതിന് പ്രോത്സാഹനം നൽകിയ ഒരൊറ്റ വരി വേണ്ട, ഒരു അരവരി പോലും കാണുക സാധ്യമല്ല, കാണിക്ക സാധ്യമല്ല. ആത്മാർത്ഥമായി കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിഷ്പക്ഷമായി തന്നെ ഒന്ന് പോയി പരിശോധിക്കാൻ തയ്യാറാവണമെന്ന് സൂചിപ്പിക്കുകയാണ്. ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് 100-ലേറെ ഗ്രന്ഥങ്ങൾ എഴുതിയെന്നാണല്ലോ പറയപ്പെടുന്നത്. ഇമാം അഹ്മദും അത്ര തന്നെ കിതാബ് എഴുതിയെന്ന് പറയപ്പെടുന്നുവല്ലോ. ഇമാം മാലിക് അതിന് തൊട്ട് താഴെയായി ഗ്രന്ഥങ്ങൾ എഴുതിയെന്ന് നാം ചരിത്രത്തിൽ വായിക്കുന്നുവല്ലോ. എങ്കിൽ ആ കിതാബുകളിൽ ഏതെങ്കിലും ഒരു കിതാബില് നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട വല്ലതും രേഖപ്പെടുത്തിയതായി, പുണ്യമാണെന്ന് പറഞ്ഞതായി, പ്രോത്സാഹിപ്പിച്ചതായി എവിടെയും കാണില്ല. നിഷ്പക്ഷ ബുദ്ധിയോടുകൂടി ഒന്നന്വേഷിക്കാൻ തയ്യാറാവണം എന്നാ സൂചിപ്പിക്കാനുള്ളത്. അവർക്കാർക്കും പരിചയമില്ലാത്തൊരാചാരം, ഹിജ്റ 6-ാം നൂറ്റാണ്ട് വരെയുള്ള മുസ്ലിമീങ്ങൾക്ക് പരിചയമില്ലാത്തൊരാചാരം 4-ാം നൂറ്റാണ്ടിൽ ഷിയാക്കൾ കൊണ്ടുവന്ന് അവരെ പ്രചരിപ്പിച്ചൊരാചാരം, 6-ാം നൂറ്റാണ്ടില് ഇർബൽ എന്ന നാട് ഭരിച്ച മുനഫർ എന്ന രാജാവ്, ആ രാജാവ് ഉണ്ടാക്കിയ ഒരാചാരം, അത് സ്വീകരിക്കാൻ എന്താ മുസ്ലിമീങ്ങൾക്ക് ബാധ്യതയുള്ളത്? ആരാണ് മുനഫർ? ഇർബൽ ഭരിച്ച 6-7 നൂറ്റാണ്ടിൽ ജീവിച്ച മുനഫർ രാജാവ്. അദ്ദേഹം മരിക്കുന്നത് ഹിജ്റ 630-ലാണ്. ഹിജ്റ 630-ലാണ് മുനഫർ രാജാവ് വഫാത്താകുന്നത്. ആ മുനഫർ രാജാവിന്റെ സമകാലീനനായ, മുനഫർ രാജാവിന്റെ അതേ കാലത്ത് ജീവിച്ച, മുനഫർ രാജാവ് മരിക്കുന്നതിന്റെ 4 കൊല്ലം മുമ്പ് മരിച്ചുപോയ യാഖൂത്തുൽ ഹമവി റഹിമഹുല്ലാഹ് തന്റെ മുഅ്ജമുൽ ബുൽദാൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചു. എന്താ രേഖപ്പെടുത്തി വെച്ചത്? വതിബാഉ ഹാദൽ അമീർ മുഖ്തലിഫത്തുൻ മുതദാദ്ദ. ഈ അമീർ, ഈ ഭരണാധികാരി, അയാളുടെ ശൈലികൾ, അയാളുടെ പ്രകൃതങ്ങൾ പരസ്പര വൈരുദ്ധ്യങ്ങളാണ്, പരസ്പര വിരുദ്ധങ്ങളാണ്. എന്തേ കാരണമെന്നോ? അയാൾ ജനങ്ങളിൽ നിന്ന് അന്യായമായി പണമീടാക്കുന്ന ആളായിരുന്നു, അവരാക്രമിക്കുന്ന ആളായിരുന്നു. എന്നാൽ അതോടൊപ്പം അതേസമയം ഫഖീറന്മാർക്ക് ധാരാളം ഔദാര്യമായി കൊടുക്കുന്ന ആളുമായിരുന്നുവെന്നാണ്. അന്യായമായി പണമുണ്ടാക്കി, പ്രജകളിൽ നിന്ന് അന്യായമായി പണമീടാക്കി അതിന്റെ വിഹിതം പാവപ്പെട്ടവന് കൊടുത്ത് തന്റെ ഭരണത്തിന്റെ പരാജയങ്ങളെ മൂടിവെക്കാൻ ശ്രമിക്കുന്ന, തന്റെ ഭരണത്തെ കുറിച്ച് ചലവിചാരം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളായിരുന്നുവെന്നാണ്. എന്നിട്ട് അദ്ദേഹത്തിന്റെ കാലക്കാരനായ യാഖൂത്തുൽ ഹമവി റഹിമഹുല്ലാഹ് തന്റെ മുഅ്ജമുൽ ബുൽദാനിൽ പ്രത്യേകം രേഖപ്പെടുത്തി വെച്ചു. ഇത്തരം സ്വഭാവത്തെ കുറിച്ചാണ് കവി പറഞ്ഞത്. എന്ത് പറഞ്ഞു വന്നു? അന്യായമായ വഴിക്ക് പണമുണ്ടാക്കിയിട്ട് ആ പണത്തിൽ നിന്ന് സ്വതക്ക ചെയ്യുന്ന സ്ത്രീയോട് കവി പറഞ്ഞുവല്ലോ, നീ സ്വതക്ക ചെയ്യാനും പോകണ്ട, നീ തെമ്മാടിത്തത്തിലൂടെ പണമുണ്ടാക്കാനും പോകണ്ട എന്ന് പറഞ്ഞത് ഇത്തരം ശീലങ്ങളെ പറ്റിയാണ് എന്ന് മുനഫറിന്റെ കാലക്കാരൻ യാഖൂത്തുൽ ഹമവി തന്റെ മുഅ്ജമുൽ ബുൽദാനിൽ രേഖപ്പെടുത്തി വെച്ചുവെങ്കിൽ ആ മുനഫർ രാജാവിന്റെ സുന്നത്തിലേക്ക്, ആ മുനഫർ രാജാവ് പഠിപ്പിച്ച ചര്യയിലേക്ക്, ആ മുനഫർ രാജാവിനെ പിൻപറ്റി ആ മുനഫർ രാജാവിൽ നിന്നുള്ള പാരിതോഷികങ്ങൾ വാങ്ങി, ആ മുനഫർ രാജാവ് നൽകുന്ന ഏതെങ്കിലുമൊക്കെ ഔദാര്യങ്ങൾ ഏറ്റുവാങ്ങി ഇതിന് സുരിപാഠകരായി മാറിയ, ന്യായീകരിച്ച ആളുകളുടെ വഴിയിലേക്കാണോ നാം നീങ്ങേണ്ടത്? അതല്ല, നബിയുടെ സുന്നത്തിലേക്ക്, സ്വഹാബത്തിന്റെ ഇത്തിഫാഖിലേക്ക്, സ്വഹാബിമാരിൽ നിന്ന് താബിഈങ്ങൾ ജീവിതത്തിൽ സ്വീകരിച്ചു പോന്ന ആദർശപാതയിലേക്ക്, ആ താബിഈകളിൽ നിന്ന് താബിഉ താബിഈകൾ കൈയേറ്റ് സ്വീകരിച്ച
ആദർശപാതയിലേക്കാണോ നാം നീങ്ങേണ്ടത് എന്ന് മുജാഹിദ് പ്രസ്ഥാനം ചോദിക്കുന്നുള്ളൂ. യഥാർത്ഥത്തില് മുസഫർ രാജാവ് എന്ന് പറഞ്ഞ ഈ പറയപ്പെട്ട പ്രകൃതമുള്ള ഒരു ഭരണാധികാരി ഉണ്ടാക്കിയ ഒരു ആചാരമാണ്. സ്വാഭാവികമായും ഇത് ചോദ്യം ചെയ്യുമ്പോൾ, ന്യായമല്ല എന്ന് പറയുമ്പോൾ, ശരിയല്ല എന്ന് പറയുമ്പോൾ, അവിടെ ഇത് ന്യായീകരിക്കാൻ ഇതിനെ ഒരു ചെറിയ ഒരു മേമ്പടിയായിക്കൊണ്ട് മുസ്ലിയാക്കന്മാർ കൊണ്ടുവരാനുള്ളതാണ്. മദ്ഹ് പറയാൻ പാടില്ല എന്നാണോ നിങ്ങൾ ഈ പറയുന്നത് എന്ന്? നബിയെ സ്നേഹിക്കാൻ പാടില്ല എന്നാണോ നിങ്ങൾ ഈ പറയുന്നത് എന്ന്? ഒരിക്കലുമല്ല സഹോദര. പ്രവാചകന്റെ മദ്ഹ് പറയാൻ പാടില്ല എന്ന്, പ്രവാചക മദ്ഹ് പറഞ്ഞാൽ അത് വിദഗ്ധാണ് എന്ന് ഇല്ല, മുജാഹിദ് പ്രസ്ഥാനം എവിടെയും പഠിപ്പിച്ചില്ല. മാത്രവുമല്ല, നബി തങ്ങളുടെ ജീവിതത്തിൽ വന്നു ഭവിച്ച പ്രവാചകൻ ചെയ്ത ഒരുപാട് നന്മകൾ എണ്ണിയാലൊടുങ്ങാത്ത നബി തങ്ങളുടെ സന്നിധിയിൽ വന്നുകൊണ്ട് സഹാബിമാര് പോലും കണ്ട് ബോധ്യമായ നബി തങ്ങളുടെ സ്വഭാവ വൈശിഷ്ട്യങ്ങൾ, അതൊക്കെ എത്രയാണ് മുജാഹിദ് പ്രസ്ഥാനം ഈ സമുദായത്തെ പഠിപ്പിച്ചത്? തങ്ങളുടെ പാഠപുസ്തകങ്ങളിലൂടെ, തങ്ങൾ ഇറക്കുന്ന മറ്റ് പുസ്തകങ്ങളിലൂടെ എത്രയാണ് മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തെ പഠിപ്പിച്ചത്? നിങ്ങൾക്കറിയാം, ഇവിടെ പോലും വിൽക്കാൻ വെച്ച മുജാഹിദുകളുടെ പുസ്തകങ്ങൾ പരിശോധിച്ചാൽ ആ പുസ്തകങ്ങളിൽ കാണാൻ കഴിയും രേഖപ്പെടുത്തി വെച്ചത് നബിതങ്ങളുടെ മഹത്വം പറയുന്ന, നബിതങ്ങളുടെ ജീവചരിത്രം പഠിപ്പിക്കുന്ന, നബിതങ്ങളുടെ സത്യസന്ധത സമുദായത്തെ പഠിപ്പിക്കുന്ന മുജാഹിദ്. സഹോദരങ്ങളെ, ഈ പരിപാടി അലങ്കോലപ്പെടുത്തുവാൻ വേണ്ടി ഉദ്ദേശപൂർവ്വം വന്ന ആളുകൾ കല്ലേറ് തുടങ്ങിയിട്ടുണ്ട്. ഒരു കാരണവശാലും നമ്മുടെ പ്രവർത്തകർ പ്രകോപിതരാകരുത്. സമാധാനപൂർവ്വം ഈ പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകുവാൻ എല്ലാ ആളുകളും അവരവരുടെ സീറ്റിലിരിക്കുക. ഈ പരിപാടി കേൾക്കുവാൻ വേണ്ടി വന്നിട്ടുള്ള നമ്മുടെ മുഴുവൻ പ്രവർത്തകരും തങ്ങളുടെ സീറ്റിലിരിക്കുക. ഇരുട്ടിന്റെ ശക്തികൾക്ക് ആവശ്യം തൗഹീദിനെ തടയിടലാണ്. അതിന് നാം ഒരിക്കലും വടിയാകാതിരിക്കുക. നമ്മുടെ പ്രവർത്തകർ കസേരയിട്ട് അവിടെ ഇരിക്കുക. കസേര തലയിൽ വെച്ച ആളുകൾ അത് വെച്ച് താഴെ ഇരിക്കുക. സുഹൃത്തുക്കളെ, പെർമിഷൻ എടുത്ത് ചോര പൊട്ടി സഹോദരനെ കൊണ്ടുവരുന്നത് കുറച്ച് വെള്ളം കുടിക്കും. സുഹൃത്തുക്കളെ, ആദർശ പ്രചരണത്തിന് വേണ്ടി ഇന്ത്യൻ ഭരണഘടന നൽകിയിട്ടുള്ള സ്വാതന്ത്ര്യം ഉപയോഗിച്ച് പെർമിഷൻ എടുത്ത് നിയമപാലകരുടെ സംരക്ഷണത്തിൽ പരിപാടി നടത്താനാണ് നമ്മൾ ഇവിടെ വന്നത്. പക്ഷേ കല്ലേറ് നടത്തിക്കൊണ്ടും ആളുകളെ ആക്രമിച്ചുകൊണ്ടും ഇതിനെ നേരിടുക എന്നതാണ് നമ്മുടെ സഹോദരന്മാർ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ ദീനിനെ പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക്, ബിദ്അത്ത് ശിർക്കിനെ എതിർക്കുന്ന ആളുകൾക്ക് ഈ തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമെന്ന് നാം പലവട്ടം കണ്ടതാണ്. ഇവർ മുഖാമുഖം നടത്തുന്നത് നമ്മൾ മാന്യന്മാരായതുകൊണ്ടാണ്. നമ്മൾ അവരെ മുഖാമുഖത്തിൽ കല്ലെറിയാനോ മുഖാമുഖം മലങ്കോളപ്പെടുത്താനോ പോകാത്തത് കൊണ്ടാണ് ഇവർ മുഖാമുഖം നടത്തുന്നത്. നിങ്ങൾക്ക് ഞങ്ങളുടെ മുഖാമുഖം കൊണ്ട് മറുപടി പറയാൻ സാധിക്കുമോ? മുഖാമുഖത്തിന് മുഖാമുഖമല്ലാതെ മറുപടിയില്ല എന്ന് പറഞ്ഞ് ജനങ്ങൾ ഇളക്കിവിട്ട് നിങ്ങൾക്ക് എന്താ മുഖാമുഖം നടത്തിക്കൂടെ എന്ന് ആളുകൾ ചോദിക്കുമ്പോഴാണ് ഞങ്ങൾ മുഖാമുഖം പരിപാടിക്ക് നിർബന്ധിക്കപ്പെടാറുള്ളത്. അത്തരമൊരു ഘട്ടത്തിൽ ഞങ്ങൾ മുഖാമുഖം നടത്തുമ്പോൾ അതിനെ അലങ്കോലപ്പെടുത്തുവാനും ആക്രമിക്കുവാനുമാണ് സുഹൃത്തുക്കളെ ഇപ്പോൾ ഇവിടെ ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ ഒരു പുണ്യകർമ്മമായി സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ അള്ളാഹുവിന്റെ ദീൻ സത്യമായി പുലരാൻ വേണ്ടി മാത്രം നാം ഏർപ്പെടുത്തിയിട്ടുള്ള ഈ സംരംഭത്തിന് അള്ളാഹു ഇതിൽ പ്രവർത്തിച്ച എല്ലാവർക്കും പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി നിയമപാലകരുടെ കർശനമായ നിർദ്ദേശം പാലിച്ച് നാം ഇവിടെ നിർത്തിവെക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് സത്യം സത്യമായി മനസ്സിലാക്കുവാനും അതിനെ പിന്തുടരുവാനും തൗഫീക്ക് നൽകുമാറാകട്ടെ.